പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ വരുന്നു. അതിശ്രേഷ്ഠമായ സമയത്ത് നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു, ദിക്ർ പറയുന്നു, തസ്ബീഹ് പറയുന്നു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാനിൽ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, അതായത് ഖത്മുൽ ഖുർആൻ തീർക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഖുർആൻ ഓതാൻ അറിയുന്നവർ, അതുപോലെ അറിയാത്തവർ. പല ആളുകളും പറയും, ഉസ്താദ് ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടില്ല, അതുപോലെ ഞങ്ങൾക്ക് അറബി അക്ഷരം അറിയില്ല. വേണ്ട, ഒന്ന് നോക്കിയിരുന്നാൽ കൂലിയാണല്ലോ. ഖുർആൻ ഓതാൻ അറിയുന്നവരും ഓതാൻ അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കൂടാതെ ഖുർആനിനോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോവുകയാണ്. ആ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതോടൊപ്പം ഒരാൾ ഖുർആൻ ഓതിയിട്ട്, അത് ഖത്തം തീർക്കുന്നവനാവട്ടെ സൂറത്ത് ഓതുന്നവനാവട്ടെ, ആ ഓതിയിട്ട് ഒരു വാക്ക്, അരവരിയുള്ള ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് മരണസമയം കലിമ ഉറക്കെ പറയാൻ പറ്റുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനിക്ക് മരിക്കാൻ പറ്റുമെന്നാണ്. ഏതാണ് ആ വാക്ക്? ഇൻഷാ അല്ലാഹ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് നിസ്കരിക്കുന്ന ആളുകൾ, അല്ലേ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവർ, ഖുർആൻ പാരായണം ഒരുപാട് കണ്ട് അധികരിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, അതുപോലെ നമുക്ക് സ്വതക്ക കൊടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾ. അൽഹംദുലില്ലാഹ്, എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ പകലാണ്. അൽഹംദുലില്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇന്ന് നമ്മൾ നോക്കിയാൽ സാധാരണ വെള്ളിയാഴ്ച ഉള്ള ആളുകളെക്കാൾ ഒരുപാട് ആളുകൾ നാളത്തെ ജുമായിൽ ഒരുപാട് പേരുണ്ടാവും. പള്ളികൾ തിങ്ങി നിറയും. എന്താണ് അല്ലാഹു ആലം, ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടും. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമദാൻ എന്നല്ല, എല്ലാ വെള്ളിയാഴ്ച രാവിനും അതിൻ്റെ പകലിനും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ഹറമുകളിലൊക്കെ ജനങ്ങളുടെ വൻ ഒഴുക്കായിരിക്കും, ഒരുപാട് തിരക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഒരുപാട് നേട്ടങ്ങൾ, മഹത്വങ്ങളുണ്ട്. അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ അത് ഖുർആനിൻ്റെ മാസമാണ്. ഷഹുറുൽ ഖുർആൻ എന്നാണ് ഈ റമദാനിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. ഖുർആനിൻ്റെ മാസം, ഖുർആൻ ഇറക്കപ്പെട്ട മാസം. അത് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് പവിത്രമായ ഈ റമദാൻ. അപ്പോൾ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്ന ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ, ഖത്തം തീർക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ ഈ ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ഒരു ആവർത്തി ഓതി തീർക്കുക. അതിനാണ് ഖത്തം ഓതുക എന്ന് പറയുക. അതിന് വലിയ പുണ്യമുണ്ട്, വലിയ കൂലിയുണ്ട്. നമ്മൾ സാധാരണ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 പ്രാവശ്യമാണ് ഓതാറുള്ളത്. പലപ്പോഴും എന്തിനാ 3 പ്രാവശ്യം ഓതുന്നത്? അത് ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയവനെ പോലെയാണ്. അപ്പോൾ 3 പ്രാവശ്യം ഓതുമ്പോൾ ഒരു ഖത്തം ഓതിയവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നാണ്. എന്നാൽ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൽ ബഖറ തൊട്ട് ഇങ്ങനെ ഓതി 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 സൂറത്തുൽ നാസ് വരെ വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ മുഴുവനും ഓതുന്നതിൻ്റെ പ്രതിഫലം അത് വേറെ തന്നെയാണ്. അതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അത് ഖുർആൻ മുഴുവനും ഓതണം. അത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ കിട്ടൂല. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ ഖത്തം തീർത്തവനെ പോലത്തൊരു പ്രതിഫലമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും ഒക്കെ മത്സരിച്ച് ഓതുമായിരുന്നു പരിശുദ്ധമായ ഈ റമളാനിൽ ഖത്മുൽ ഖുർആൻ. ഒരുപാട് ഓതും. മഹാനായ ഇമാം ഷാഫി തങ്ങൾ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബിമാർ, അതുപോലെ തന്നെ മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ, അവരൊക്കെ 3 ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഒരു ദിവസം തന്നെ 2 ഖത്തം, അങ്ങനെ പല രൂപത്തിൽ ഓതുന്നവരായിരുന്നു. നമുക്കത് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. 2 ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതാൻ പറ്റുമോ?
പറ്റും. ഒരു ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് അറബിക് കോളേജുകളുണ്ട്, ഹിഫ്ദ് പഠിപ്പിക്കുന്ന കോളേജുകൾ. ആ ഹിഫ്ദ് പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ കുട്ടികളെ, അതായത് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാൻ തുടങ്ങും. ഈ ഹാഫിളീങ്ങളാകുന്ന മക്കൾ അവരിങ്ങനെ ഖുർആൻ ഓതി 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 വൈകിട്ട് ചിലപ്പോൾ ഇശാക്ക് ശേഷം ഒരു 9 മണിയൊക്കെ ആകും, അല്ലെങ്കിൽ മഗ്രിബിന് തൊട്ട് മുമ്പ് അവർ ഖുർആൻ മുഴുവൻ ഓതിക്കേൽപ്പിക്കും. അതായത് ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കുക, അതല്ലാതെ വേറെ പിന്നെ പ്രാഥമിക കാര്യങ്ങൾ, ബാക്കി മുഴുവൻ സമയത്തും ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതുന്നു. ആ പകൽ സമയം കൊണ്ട് തന്നെ ഖുർആൻ മുഴുവനും ഓതിക്കേൽപ്പിച്ച് സനത് വാങ്ങിക്കുന്ന എത്രയോ മക്കളുണ്ട്. നമ്മുടെയൊക്കെ കൂട്ടത്തിലും ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും. അപ്പോൾ അത്രമാത്രം ഖുർആനിനോട് ഇഴകിച്ചേർന്നാൽ ഖുർആൻ നമ്മളോട് ഒരുപാട് ഇണങ്ങും. ഖുർആൻ നമ്മളോട് ഇണങ്ങിയാൽ പിന്നെ ഓതുന്നവന് വളരെ സന്തോഷമാണ്, റാഹത്താണ്, വേഗത്തിൽ അവനിക്ക് ഓതാൻ പറ്റും. അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് അവനിക്ക് വിജയിക്കാൻ പറ്റും. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഖത്മുൽ ഖുർആൻ ഓതുന്ന ഉമ്മമാർ. ഇപ്പോൾ ഉമ്മമാരൊക്കെ അൽഹംദുലില്ലാ അവർ ഓതി 3 ജുസ് 4 ജുസ് 5, ചില ആളുകൾ 10 ഒക്കെ ആയിട്ടുണ്ട്. പകുതിയായ ആളുകൾ, അതുപോലെ 1/4 ഭാഗമായ ആളുകളൊക്കെ ഉണ്ടാകും. കാരണം അവരൊക്കെ ഈ റമദാനിൽ പരമാവധി എനിക്ക് ഓതി തീർക്കണം എന്ന് വാശിയുള്ള ആളുകളാണ്. അൽഹംദുലില്ലാ, അത് നല്ലൊരു വാശിയാണത്. ഖുർആനിനോട് ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ ഖുർആനെ ഓതുന്ന, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതും കൂലിയാണല്ലോ. ചില ആളുകൾ പരാതി ഉസ്താദ്, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞങ്ങൾ മദ്രസയിൽ പോയിട്ടില്ല, അറബി അക്ഷരങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഖുർആൻ ഓതുന്നത് വെറുതെ കേൾക്കാം. മൊബൈലിലൊക്കെ അല്ലെ എത്രയോ കാര്യങ്ങൾ ഓതുന്ന ഖിറാഅത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കേട്ടാൽ തന്നെ ഒരു പ്രതിഫലമാണ്. ഖുർആൻ ഓതുന്ന ആളുകളുടെ അരുകത്ത് പോയി ഇരിക്കുന്നതും വലിയ പ്രതിഫലമാണ്. വലിയ ശ്രേഷ്ഠതയാണ് ഖുർആനുമായി ബന്ധപ്പെടും. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാ എന്നാണ്. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണെന്നാണ്. ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലങ്ങൾ, ഖുർആൻ ഓതപ്പെടുന്ന വ്യക്തി, അവരൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണമെന്നാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഖത്മുൽ ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി അവൻ ആദ്യമായി ചെയ്യേണ്ടത് നിയ്യത്ത് വെക്കലാണ്. അല്ലാഹു ഉസ്താദെ ഞങ്ങളിപ്പോൾ പകുതിയായി, ഞങ്ങളിപ്പോൾ നിയ്യത്ത് വെച്ചില്ലല്ലോ. വേണ്ട, ഇപ്പം നിങ്ങൾക്ക് വെക്കാം. ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാം. എന്താ നിയ്യത്ത്? ഞാൻ പരിശുദ്ധമായ ഈ ഖുർആൻ മുഴുവനും ഖത്മ് തീർക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഖത്മുൽ ഖുർആൻ ഓതുന്നു. അതാണ് നിയ്യത്ത്. ഞാൻ ഖത്മുൽ ഖുർആൻ ഓതുന്നു. ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നവരാണ്, അതുപോലെ തന്നെ നോമ്പിന് നിയ്യത്ത് വെക്കുന്നു, ഹജ്ജിന് നിയ്യത്ത്, ഇഹ്റാം കെട്ടുന്നു, അങ്ങനെ എന്ത് കാര്യം നല്ലത് ചെയ്താലും നമ്മൾ നിയ്യത്ത് വെക്കുന്നവരാണ്. നിക്കാഹിന് നിയ്യത്തുണ്ട്. എന്താ നിയ്യത്ത്? ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇത് എനിക്ക് നാളെ ആഖിറത്തിലേക്ക്, നാളെ സ്വർഗത്തിലേക്കും ഉപകാരപ്പെടേണ്ട ബന്ധമാണ്. അതൊക്കെ നിയ്യത്താണ്. എന്നതുപോലെ ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് വേണം. ഇനി അതുപോലെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത് അതിൻ്റെ ഒരായത്ത് മുന്നിൽ നിന്ന് ഓതാൻ ശ്രദ്ധിക്കുക. അത് നിർബന്ധമായ കാര്യമല്ല, അത് ഖുർആനിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതി 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 150-ാമത്തെ ആയത്ത് വരെ ഓതി. അപ്പോഴാണ് ളുഹർ ബാങ്ക് വിളിക്കുന്നത്, നമ്മൾ മടക്കിയിട്ട് ളുഹർ നിസ്കരിക്കാൻ പോയി. അല്ലെങ്കിൽ എന്തൊരു തിരക്ക് വന്നു, നമ്മൾ ഖുർആൻ മടക്കി വെച്ച് നമ്മൾ ആ തിരക്കിന് വേണ്ടി പോയി. ശേഷം നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ഓതുകയാണെങ്കിൽ 151-ാമത്തെ ആയത്ത് തൊട്ട് ഓതുന്നതിന് പകരം 149-ാമത്തെ ആയത്ത് തൊട്ടൊന്ന് ഓതുക. അത് ഖുർആനിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്, ഒരു അദബാണ്. അതായത് ഖുർആൻ ഓതാൻ എനിക്ക് മടിയില്ല എന്നുള്ള ആ ഒരു നന്മ നമ്മൾ പുറത്തെടുക്കുകയാണ്. 150 ആയത്ത് വരെ ഓതിയിട്ടുണ്ടെങ്കിലും നമ്മൾ 151-ാമത്തെ ആയത്ത് തൊട്ട് ഓതിയാൽ മതി. പക്ഷേ 149-ാമത്തെ ആയത്ത് തൊട്ട് ഓതൽ നല്ലതാണ്. അത് നിർബന്ധമായ കാര്യമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഓതൽ നല്ലതാണ്. അതെന്താ? പരിപൂർണമായ കൂലി കിട്ടാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖത്മുൽ ഖുർആൻ തീർക്കേണ്ടത് ഒന്നെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷമാവണം, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമാവണം. നിർബന്ധമായ കാര്യമല്ല, സുന്നത്താണ്, നല്ലതാണ്. അതായത് ഒരാൾ വിശുദ്ധമായ ഖുർആൻ ഓതി ഇങ്ങനെ തുടങ്ങി അവൻ ഖുർആൻ ഇങ്ങനെ ഓതി പൂർത്തീകരിക്കുന്നത്, അതായത് അവസാനത്തെ സൂറത്തുകളുണ്ടല്ലോ, സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബുൽ ഫലഖ്, നാസ്, ഈ 3 സൂറത്ത്. അപ്പോൾ ആ 3 സൂറത്തും കൂടി ഓതിയാൽ ഖുർആൻ പരിപൂർണമായി ഖത്മുൽ ഖുർആൻ തീരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 3 സൂറത്തുകൾ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ ഓതി തീർത്തിട്ട് അവൻ ആ ഖത്തം പൂർത്തീകരിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ രാത്രിയുടെ ആദ്യത്തിലോ അല്ലെങ്കിൽ പകലിൻ്റെ ആദ്യത്തിലോ അവൻ്റെ ഖത്മുൽ ഖുർആൻ ഓതിയാൽ അവനിക്ക്
അത് കഴിഞ്ഞുള്ള സമയം മുഴുവനും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. അതായത് ഒരാൾ ഖത്മുൽ ഖുർആൻ ഓതി തീർക്കുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷം, അതായത് സുബഹിൻ്റെ സമയമായപ്പോൾ ഒരു ഖത്തം തീർന്നു എങ്കിൽ മഗ്രിബ് വരെ അവനിക്ക് അല്ലാഹു തആല അവൻ്റെ മലക്കുകളെ കൊണ്ട് ഇസ്തിഗ്ഫാർ പറയിപ്പിക്കും. ഒരാൾ ഖത്മുൽ ഖുർആൻ തീർന്നത് അസറിന് ശേഷമോ മഗ്രിബിന് ശേഷമോ ആണെങ്കിൽ അടുത്ത സുബഹിയുടെ സമയം വരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള സമയമാണ് ഈ സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതായത് സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്തു ഹത്താ യുംസിയ എന്നാണ്. മഗ്രിബിന് ശേഷമാണ് അവൻ ഖത്മുൽ ഖുർആൻ തീർത്തതെങ്കിൽ അവനിക്ക് സുബഹിക്ക് ശേഷമാണ് തീർത്തതെങ്കിൽ മഗ്രിബ് വരെയുള്ള സമയത്ത് മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖത്മുൽ ഖുർആൻ ഓതിയാൽ വഴങ്ങൽ സുന്നത്താണ്. ഖത്തം വയങ്ങൽ എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയാറുണ്ട്. ഖത്തം വഴങ്ങുക, അതായത് വഴങ്ങുക എന്ന് പറഞ്ഞാൽ ഖത്തമുൽ ഖുർആൻ നമ്മൾ മൊത്തം ഓതി സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൻ നാസ് വരെ മുഴുവനും നമ്മൾ ഓതി തീർത്ത് കഴിഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യണം. ആ ദുആ രക്കുന്നതിനാണ് എന്ത് വഴങ്ങുക എന്ന് പറയുക. സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ അത് മുഴുവനും ഒരാൾ ഓതി തീർത്തിട്ട് അയാൾ ദുആരക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ദുആ അല്ലെങ്കിൽ ആരാണോ ദുആരക്കുന്നത് ആ സദസ്സിലുള്ള ദുആക്ക് ആമീൻ പറയാൻ 40,000 മലക്കുകൾ കാത്തിരിക്കുമെന്നാണ്. യാ അല്ലാഹ്, എന്താ കൂലി! 40,000 മലക്കുകളാണ് ആ ഖത്മുൽ ഖുർആൻ തീർത്ത ആ സദസ്സിൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ കാത്തിരിക്കുന്നത്. ഇജാബത്ത് ഉറപ്പാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഒരു ഖത്മുൽ ഖുർആൻ ഓതി തീർത്താൽ തൻ്റെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് ചെല്ലും. എല്ലാ കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് മഹാനവറുകൾ അവിടെ വെച്ച് ദുആരക്കും. അതിനുശേഷം അവിടെ മഹാനവറുകൾ ഒജീനം, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒജീനം, ചീരണി എന്നൊക്കെ പറയില്ലേ, മധുരം അവിടെ വിളമ്പാറുണ്ടായിരുന്നു. 5 ഒജീരം മറ്റൊരു അദബാണ്. ഖത്തം തീർക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഖത്മുൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒരു ചീരണി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്, ഒരു മധുരം കൊടുക്കൽ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യൻ ഖത്മുൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവൻ അടുത്ത ഖത്തം തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. അതായത് ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ തൊട്ടിങ്ങനെ ഓതി സൂറത്തുൽ നാസ് വരെ ഓതി ഖത്മുൽ ഖുർആൻ മൊത്തം തീർത്തു. എന്നാൽ അവൻ സൂറത്തുൽ നാസ് വരെ ഓതിയാലും ഒന്നുകൂടി അവൻ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ ഓതി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു മനുഷ്യൻ ഖത്തം മുഴുവൻ ഓതി, അതായത് ഖുർആൻ മൊത്തം ഖത്തം ഓതി തീർത്താൽ മലക്കുകൾ സന്തോഷിക്കും. ആ മലക്കുകൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ വേറെ ആൾ സന്തോഷിക്കും. ആരാണ്? ഇബ്ലീസും സന്തോഷിക്കും. ഇബ്ലീസ് എന്തിനാ? ഖത്തം തീർത്തതിനല്ല സന്തോഷിക്കുന്നത്. ഇവനിപ്പോൾ ഖത്തം തീർത്തല്ലോ, ഇനി അവൻ അടുത്ത ഖത്തം ഓതില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് അവൻ സന്തോഷിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് അടുത്ത ഖത്തത്തിന് വേണ്ടി നമ്മളത് ഓതട്ടെ ഓതാതിരിക്കട്ടെ, അടുത്ത ഖത്തം നമ്മൾ തുടങ്ങി വെക്കൽ, ഒരു ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ കുറച്ച് ആയത്തും കൂടി ഓതി വെച്ചാൽ ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ എന്ത് ചെയ്യും? നാണിച്ച് അവൻ പേടിച്ചു പോകുമെന്നാണ്. അപ്പോൾ നമ്മൾ കാരണം ഇബ്ലീസ് പേടിക്കണം, നാണിക്കണം. അതിനെന്താ, നമ്മൾ ഖത്തം ഓതി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഖത്തം ഒന്ന് തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഏഴാമത്തെ കാര്യമാണ്, ഈ ഖത്തം തീർത്തതിൻ്റെ അന്ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മളേതായാലും നോമ്പുകാരായിരിക്കുമല്ലോ, ആ നോമ്പുകാരായുന്ന നിലയിൽ തന്നെ നമ്മൾ ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ്, മറ്റൊരു നല്ല കാര്യമാണ്, അതായത് നമ്മളിപ്പോൾ ഖത്തം തീർത്തു, ഒരാളിപ്പോൾ പറയുന്നു, എടാ ഞാൻ ഖത്തമുൽ ഖുർആൻ മൊത്തം ഓതിയിട്ടുണ്ട്, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം ചെറിയൊരു ദുആ ഉണ്ടാവും, നീ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സദസ്സിൽ പോകണമെന്നാണ്. കാരണം അത് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് വളരെ സമ്പുഷ്ടമാകുന്ന ഒരു സദസ്സായിരിക്കും. മാത്രമല്ല ആ സദസ്സിൽ ദുആക്ക് ഇജാബത്തുണ്ട്. പിന്നെയോ മറ്റൊരു സുന്നത്താണ്, അതായത് എത്ര മനപ്പാടമുണ്ടെങ്കിലും ഒരു ഹാഫിളായ ആളാണ്, അയാൾക്ക് ഖുർആൻ മൊത്തം മനപ്പാടമാണ്, അപ്പോൾ അവൻ കാണാതെ ഓതുന്നതിനേക്കാൾ പുണ്യം കൂടുതൽ കണ്ട് ഓതൽ തന്നെയാണ്. അപ്പോൾ ഖത്മുൽ ഖുർആൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, നിർബന്ധമായതല്ല, പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഖുർആൻ മറിക്കുന്ന സമയത്ത് ഈ നാവിൽ ഉമിനീര് കൊണ്ട് ഒരിക്കലും ഖുർആനിൻ്റെ പേജ് മറിക്കരുത്. അതുപോലെ തന്നെ ഈ ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ അടയാളമായിട്ട് ഖുർആനിൻ്റെ പേജ് തന്നെ മടക്കി വെക്കുന്നൊരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട്, അതും ചെയ്യരുത്. ഖുർആനിൽ പേന കൊണ്ടൊക്കെ വരക്കുന്ന ഒരു പരിപാടി, അതൊക്കെ ഖുർആനോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണ്.
ഒരിക്കലും വിശുദ്ധമായ ഖുർആൻ നമ്മുടെ അരക്ക് താഴേക്ക് നമ്മളിങ്ങനെ താത്തിക്കൊണ്ട് നടക്കരുത്. എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഖുർആൻ എടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് എടുക്കണം, ഖുർആൻ വെക്കുമ്പോൾ വലത് കൈ കൊണ്ട് വെക്കണം. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഖത്മുൽ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഖുർആനിനോട് കാണിക്കേണ്ട ചില മര്യാദകൾ. പിന്നെ ഒരു മനുഷ്യൻ ഖത്മുൽ ഖുർആൻ ഓതിയിട്ട്, അതായത് ഖത്തം ഓതിക്കഴിഞ്ഞ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ, ഏതാണ് ആ വാക്കെന്നറിയോ? സ്വദഖല്ലാഹുൽ അലീം എന്ന വാക്ക് പറഞ്ഞാൽ, സ്വദഖല്ലാഹുൽ അലീം എന്ന വാക്ക് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്, അവൻ മരിക്കുന്ന സമയത്ത് ആ നാവ് കൊണ്ട് അവനിക്ക് കെലിമ ഉറപ്പായും പറയാൻ സാധിക്കുമെന്നാണ്. നമ്മൾ സാധാ സ്വദഖല്ലാഹുൽ അലീം വസദ്ദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന വശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നീട്ടി പറയാറുണ്ട്. അത്രയും പറഞ്ഞില്ലെങ്കിലും ചുരുങ്ങിയത് സ്വദഖല്ലാഹുൽ അലീം, ഉന്നതനായ അല്ലാഹു തആല അവൻ സത്യമാണ് പറഞ്ഞത്, അവൻ്റെ വാക്കുകളെ ഞാൻ വാസ്തവീകരിക്കുന്നു എന്നൊക്കെ ഏകദേശം അർത്ഥമുള്ള ഈ ഒരു വാക്ക് എന്ത്? സ്വദഖല്ലാഹുൽ അലീം. അത് മറന്നു പോവണ്ട. അത് ഖത്തം ഓതിയിട്ടല്ല. നമ്മളിപ്പോൾ ഏത് സൂറത്ത് ഓതിയാലും, യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂറത്ത് ബഖറ ഓതി, അല്ലെങ്കിൽ ഫാത്തിഹ ഓതി, സൂറത്ത് നാസ് ഓതി, ഏത് സൂറത്ത് ഓതിയാലും അല്ലെങ്കിൽ ഖത്തം ഓതിയാലും നമ്മൾ ഒറ്റ വാക്ക് പറയാം, എന്ത്? സ്വദഖല്ലാഹുൽ അലീം. അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ആ നാവ് കൊണ്ട് മരിക്കുന്ന സമയത്ത് കെലിമ പറയാൻ പറ്റും. അത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പരിശുദ്ധമായ ഈ സുന്ദരമായ ഈ റമളാനിൻ്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിൽ ഓരോ രാത്രിയിലും പകലിലും നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ്. ലൈലത്തുൽ ഖദറിലാണല്ലോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്, എന്നാണെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അള്ളാഹ് ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ സമയത്തൊക്കെ വിശുദ്ധമായ ഖുർആനുമായി കൂടുതൽ നമ്മൾ അടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഖുർആനിൻ്റെ അഹ്ലുകാരായി ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ നമുക്ക് നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ ഒരുപാട് വിജ്ഞാനപ്രദമായ ഇൽമുകൾ, അറിവുകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് വലിയ പുണ്യമാണ് കിട്ടുക. കാരണം നമുക്കറിയാവുന്ന ഒരു ഇൽമ് മറ്റൊരാൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അയാൾക്ക് കൂടി നമ്മൾ എത്തിച്ചു കൊടുത്താൽ, ഷെയർ ചെയ്ത് കൊടുത്താൽ അയാൾ ചെയ്യുന്നതിൻ്റെ കൂലിയും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഗണത്തിൽ നമ്മൾ പെടണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കം പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ ഈ പവിത്രമായ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല സൽക്കർമ്മങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട, റമളാനുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.